അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ എന്നെ ചവിട്ടിമെതിക്കുന്നു. യോദ്ധാവ് ദിവസം മുഴുവൻ എന്നെ ഞെരുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ എന്നെ ചവിട്ടിമെതിക്കുന്നു. യോദ്ധാവ് ദിവസം മുഴുവൻ എന്നെ ഞെരുക്കുന്നു. ദിവസം മുഴുവൻ ശത്രുക്കൾ എന്നെ ചവിട്ടിമെതിക്കുന്നു. അനേകം യോദ്ധാക്കൾ എനിക്കെതിരെ പ്രബലപ്പെടുന്നു. രാവും പകലും ഞാൻ ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. അവിടുന്നിൽ ഞാൻ സമാശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാനാകും? അവർ ദിവസം മുഴുവൻ എനിക്കെതിരായി ആലോചിക്കുന്നു. എനിക്കെതിരെ തിന്മ നിരൂപിക്കുന്നു. അപായപ്പെടുത്താൻ ഒളിവിൽ കാത്തിരിക്കുന്നവരെ പോലെ അവർ എന്റെ കാൽപ്പാടുകൾ നിരീക്ഷിക്കുന്നു. അവനെ രക്ഷിക്കാൻ ആരുമില്ലെന്ന് അവർ പറഞ്ഞു. ജനതകളോടുള്ള കോപത്തിൽ അങ്ങ് അവരെ വിധിക്കണമേ. ദൈവമേ, എന്റെ വിശ്വാസം ഞാൻ അങ്ങേ അറിയിച്ചു. എന്റെ കണ്ണീർ കണങ്ങൾ തിരുസന്നിധിയിൽ സൂക്ഷിക്കണമേ. അങ്ങയുടെ ഗ്രന്ഥത്തിൽ അവ രേഖപ്പെടുത്തണമേ. എന്റെ ശത്രുക്കൾ ലജ്ജിച്ച് പിന്തിരിയട്ടെ. ദൈവം എന്നോട് കൂടെയാണെന്ന് ഞാൻ അറിയുന്നു. ദൈവവചനം ഞാൻ കീർത്തിക്കുന്നു. ദൈവത്തിൽ സമാശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാനാകും? അങ്ങേക്കുള്ള നേർച്ചകൾ ഞാൻ നിറവേറ്റും. കൃതജ്ഞതയോടെ ഞാൻ ബലിയർപ്പിക്കും. എന്റെ ആത്മാവിനെ മരണത്തിൽ നിന്നും പാദങ്ങളെ വീഴ്ചയിൽ നിന്നും അങ്ങ് സംരക്ഷിച്ചു. ദൈവമേ, ജീവിക്കുന്നവരുടെ നാട്ടിൽ അങ്ങയുടെ സമക്ഷം ഞാൻ സംപ്രീതനാകുന്നതിന് വേണ്ടി തന്നെ.
ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കഷ്ടത തീരുന്നത് വരെ അങ്ങയുടെ ചിറകുകളുടെ കീഴിൽ എന്നെ കാത്തുകൊള്ളണമേ. അത്യുന്നതനായ ദൈവത്തെ, എന്റെ രക്ഷകനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് തന്റെ കൃപയും സത്യവും അയച്ച് അവിടുന്ന് എന്നെ രക്ഷിച്ചു. എന്റെ ശത്രുക്കളെ നിന്നാപാത്രങ്ങളാക്കി നായ്ക്കളിൽ നിന്ന് എന്നെ രക്ഷിച്ചു. എന്തുകൊണ്ടെന്നാൽ മനമടുത്ത് ഞാൻ മയങ്ങിപ്പോയിരുന്നു. മനുഷ്യരുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാകുന്നു. അവരുടെ നാവ് മൂർച്ചയുള്ള വാള് പോലെയാകുന്നു. ദൈവമേ, ആകാശത്തിനു മേൽ അങ്ങ് ഉയർന്നു നിൽക്കണമേ. ദിവ്യമഹത്വം ഭൂമിയിൽ നിറയട്ടെ. അവർ എന്റെ കാലുകൾക്ക് കെണിവെച്ച് എനിക്കായി കുഴി കുഴിച്ചു. അവർ തന്നെ അതിൽ വീണു. എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ദൈവമേ, എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ അങ്ങയെ സ്തുതിക്കുകയും അങ്ങേക്ക് കീർത്തനം ആലപിക്കുകയും ചെയ്യും. എന്റെ കിന്നരമേ ഉണരുക, വീണയും തമ്പുരവും ഉണരട്ടെ. പുലരിയിൽ ഞാൻ ഉണർന്നിരിക്കും. ദൈവമേ, ജനങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങയെ വാഴ്ത്തും. ജനതകൾക്കിടയിൽ തിരുനാമം സ്തുതിക്കും. അങ്ങയുടെ കൃപ ആകാശത്തോളം വിശാലമാകുന്നു. അങ്ങയുടെ വിശ്വസ്തത വാനോളം ഉന്നതമാകുന്നു. ദൈവമേ, ആകാശത്തിന് മേൽ അങ്ങ് ഉയർന്നു നിൽക്കണമേ. ദിവ്യമഹത്വം ഭൂമിയിൽ നിറയട്ടെ. മനുഷ്യരെ, നിങ്ങളുടെ സംസാരം നീതിനിഷ്ഠമാണോ? നിങ്ങളുടെ വിധികൾ ന്യായപൂർവമാണോ? ഭൂമിയിൽ നിങ്ങളെല്ലാവരും തിന്മ പറയുന്നു. നിങ്ങളുടെ കരങ്ങൾ അധർമ്മത്തിൽ കുരുങ്ങിക്കിടക്കുന്നു. ഉദരത്തിൽ വെച്ച് തന്നെ അധാർമികർ അകന്നുപോയി. വ്യാജം പറയുന്നവർ ജനനം മുതൽ വഴി പിഴച്ചിരിക്കുന്നു. അവരുടെ കോപം ഉഗ്രസർപ്പത്തിന്റെ ഇതുപോലെയാണ്. മന്ത്രവാദികളുടെയും പാമ്പാട്ടിയുടെയും സ്വരം കേൾക്കാതിരിക്കാൻ ചെവിയടയ്ക്കുന്ന അണലിയുടേതുപോലെ തന്നെ. അവർ അഗ്നിയിൽ ഉരുകിത്തീരുന്ന മെഴുകുപോലെയാകും. പ്രകാശം പരന്നെങ്കിലും അവർ സൂര്യനെ കാണുകയോ ഗ്രഹിക്കുകയോ ചെയ്തില്ല. അവരുടെ മുള്ളുകൾ മുൾപടർപ്പായി തീരും. കോപം അവരെ അസ്വസ്ഥരാക്കും. നീതിമാന് പ്രതിഫലമുണ്ടെന്നും ഭൂമിയിൽ വിധിയാളനായി ദൈവമുണ്ടെന്നും മനുഷ്യർ പറയും. നീതിനിഷ്ഠരെ ദൈവം സംരക്ഷിക്കുന്നു. ദുഷ്ടരെ ദൂരെ അകറ്റുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ പാപികൾ എനിക്ക് കെണികൾ വെച്ചു, ദുഷ്ടനെനിക്കായി കെണികളൊരുക്കി. അവരുടെ വലയിൽ ബന്ധിതനായി ഞാൻ. അലസതയാലൻ കാലിണ വഴുതി. പാപക്കെണിയിൽ ഞാൻ ഉഴലുന്നു. ദൈവമേ, ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിക്കണമേ. ശക്തി നശിച്ചെൻ ഭൗതികദേഹം പൂഴിയിലടിയും നാളിനു മുൻപേ കർത്താവേൻ രക്ഷകനേ, നീ കെണികൾ തകർക്കാൻ കനിവാകണമേ. ഞാൻ അവിടുത്തെ കാരുണ്യത്തെ കീർത്തിക്കും. ഉത്തിതനീശോ മിശിഹാരാജാ, എന്നെ ഉയർത്താൻ കനിവാകേണം. താവക കൃപയും കരുണയുമെന്നും കീർത്തിച്ചിടാൻ വരമരുളേണം.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അനുതാപത്തിൻ ഗീതികളാൽ ഞാൻ നിൻ സ്തുതിഗീതം പാടി നമിക്കാൻ സർവാധിപനാം കർത്താവേ നീ യോഗ്യത സദയം നൽകിയിടണമേ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനുടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. മുൻപ് യഹൂദമതത്തിൽ ആയിരുന്നപ്പോഴത്തെ എൻ്റെ ജീവിതത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരായ അനേകരേക്കാൾ യഹൂദമത കാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു. എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ അത്യധികം തീക്ഷ്ണമതിയുമായിരുന്നു. എന്നാൽ ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. അത് അവിടുത്തെ പുത്രനെ പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. ഞാനൊരു മനുഷ്യൻ്റെയും ഉപദേശം തേടാൻ നിന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എത്ര നാൾ അങ്ങ് വിസ്മരിക്കും? എത്ര നാൾ എന്നിൽ നിന്ന് മുഖം തിരിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവേ, എത്ര നാളങ്ങേ എന്നെ വിസ്മരിക്കും, എത്ര നാൾ എന്നിൽ നിന്ന് മുഖം തിരിക്കും. എത്ര നാൾ അങ്ങെനിക്ക് ദുഃഖവും ഹൃദയത്തിൽ ഞെരുക്കവും തരും, എത്ര നാൾ ശത്രു എനിക്കെതിരെ ഉയർന്നു നിൽക്കും. ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ എന്റെ മിഴികളെ പ്രകാശിപ്പിക്കണമേ. ഞാനവരെ തോൽപ്പിച്ചുവെന്ന് എന്റെ ശത്രു പറയാതിരിക്കട്ടെ. ഞാൻ പരിഭ്രാന്തനാകുന്നത് കണ്ട് എന്റെ മർദ്ദകർ സന്തോഷിക്കാതിരിക്കട്ടെ. ഞാനും അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ചു അങ്ങയുടെ രക്ഷയിൽ എന്റെ ഹൃദയം ആനന്ദിക്കും. എന്നെ രക്ഷിച്ച കർത്താവിനെ ഞാൻ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷകനേ, നിൻ ദാസരണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ നീ. ദുഷ്ടനൊരുക്കും പാപക്കെണികൾ നീക്കാൻ തുണ നീ നൽകിയിടണമേ. ദുർബലരാകും ഞങ്ങൾക്കെന്നും ദൈവിക മാമ്പലമേകിയിടണമേ. അഗതിക്ക് അഭയം കർത്താവേ, നീ പ്രത്യാശയ്ക്കും ഉറവിടമല്ലോ. അനവരതം സ്തുതി പാടി നമിക്കാൻ കനിവിന്നാഥ കൃപയേകണമേ. ദാസരണയ്ക്കും സജ്ജീതികളിൽ നിന്നുടെ പ്രീതി ചൊരിഞ്ഞിടണമേ. നിന്നുടെ ആഗമസുദിനത്തിൽ നീ വരവേൽപ്പിനായി യോഗ്യതയേകൂ. താതനും അതുപോൽ സുതനും പാവനറോഹായ്ക്കും സ്തുതി എന്നും ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും